നാടൻ ഷാപ്പിലെ ഞണ്ട് കറി ഉണ്ടാക്കിയാലോ? വായോ. കുറച്ച് ഞണ്ട് കിട്ടിയായിരുന്നു, അത് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചട്ടി ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്തൊരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് കടുക് ഇടണം. പിന്നെ നമ്മുടെ കരിയാപ്പിലയും കൂടി ചേർക്കണം. കരിയാപ്പില ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ 2 സവാള ചേർക്കുന്നുണ്ട് കേട്ടോ. സവാളയും പിന്നെ 10-15 കൊച്ചുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. കൊച്ചുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് വാട്ടും കേട്ടോ. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് 2 തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്തോട്ട് ഒരു 5 പച്ചമുളക് ചേർക്കണം. ആവശ്യത്തിന് എരിവിന് വേണ്ടി പച്ചമുളക് ചേർക്കണം കേട്ടോ. എന്നിട്ട് അതും ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതെടുത്തൊന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം, ഒന്ന് പേസ്റ്റ് പരുവത്തി. എന്നിട്ട് നമ്മൾ ആ ചൂടാക്കിയ ആ ചട്ടിയിലെ എണ്ണയിൽ തന്നെ നമ്മൾ ഈ ഞണ്ടിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് ശകല ചെറിയ തീയിലൊന്ന് വേവിക്കുക കേട്ടോ. വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരച്ച പേസ്റ്റും കൂടി അതിനകത്തോട്ട് ചേർക്കണം കേട്ടോ. ചെറിയ ചൂടിൽ വേവിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ആ അരപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യണം, അതിനകത്ത് പിടിക്കുന്ന രീതി മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ പൊടി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ചീരകപ്പൊടി, പിന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നത്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത്രയും സാധനം നമ്മൾ ചേർക്കണം കേട്ടോ. അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ അരച്ച് ജാറിനകത്തോട്ട് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചിട്ട് ആ പേസ്റ്റും കൂടി ഇതിനകത്ത് ചേർക്കണം. ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ചെറിയ ചൂടി വെച്ച് ചൂടാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം നമ്മൾ വെള്ളം ഒത്തിരി ചേർക്കണം കേട്ടോ. ശകലം വെള്ളം ചേർത്താൽ മതി. പിന്നെ നമ്മൾ നല്ല കുരുമുളക് പൊടി ചേർക്കണം. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിൻ സാധനം കേട്ടോ. കുരുമുളക് പൊടി കഴിയുന്നത് നല്ല ടേസ്റ്റ് കിട്ടും. ഷാപ്പിലെ കറക്റ്റ് ഞണ്ട് കറി പോലെ തന്നെ ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. നമ്മുടെ ഷാപ്പിലെ ഞണ്ട് കറി സെറ്റായി കിട്ടി കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ, കൂടുതലും ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല രീതിയിൽ പോകും കേട്ടോ. അടുത്ത വീട്ടിൽ കാണാവേ. ബൈ.